മരിയ ഭക്തയായ ഒരു വിധവയുടെ അടുക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് അവൾക്ക് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. അതായത് പരിശുദ്ധ അമ്മ ജനിച്ച് വളർന്ന നസ്രത്തിലെ കൊച്ചു വീട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഇവിടെ വെച്ചാണ് കർത്താവിൻ്റെ മാലാഖ എന്നോട് സംസാരിച്ചത്. ഇവിടെ വെച്ചാണ് കർത്താവിൻ്റെ വചനം ഈ ഉദരത്തിലേക്ക് മാംസമായിട്ട് കടന്നു വന്നത്. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നസ്രത്തിലെ ആ വീട് പോലെ ഒരു വീട് വത്സിങ്ങാം എന്ന സ്ഥലത്ത് നീ സ്ഥാപിക്കണം. വളരെ സന്തോഷത്തോടെ അവൾ വീട് പണിയാനായിട്ട് ആരംഭിച്ചു. വീട് പണി മറ്റുള്ളവരുടെ സഹായത്തോടു കൂടെ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ദിവസം ഈ പണിക്കാരും ഇവളും വല്ലാത്തൊരു നിരാശയിലേക്ക് വീഴുകയാണ്. അങ്ങനെ കിടന്നുറങ്ങാൻ പോകുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ പണിതുകൊണ്ടിരുന്ന ആ കൊച്ചു വീട് അവിടെ കാണാനില്ല. അവർക്ക് എല്ലാവർക്കും വലിയ സങ്കടമായി. പിന്നെ നോക്കിയപ്പോഴാണ് ഒരു 200 അടി മാറി ആ ഭവനം അവിടെ നിൽക്കുന്നു. അവരെല്ലാവരും കൂടെ ഓടി അവിടെ ചെന്നപ്പോൾ ആ ഭവനം അമ്മ നിർദ്ദേശിച്ചതുപോലെ പൂർത്തീകരിക്കപ്പെട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ആളുകൾ ആ കൊച്ചു ഭവനം കാണാനും അതേ തുടർന്ന് അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. തൊട്ടടുത്ത് ഒരു ആശ്രമം സ്ഥാപിക്കപ്പെട്ടു. അമ്മയുടെ ആഗ്രഹപ്രകാരം വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ ഹെൻറി 8 കാലത്ത് അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ലണ്ടനിലേക്ക് കൊണ്ടുപോയി പൂർണ്ണമായും കത്തിച്ചു കളയുകയും ചെയ്യാം. അമ്മയുടെ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല. 300 വർഷത്തോളം അതങ്ങനെ തന്നെ കിടക്കുകയാണ്. ചർലോത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ പ്രദേശം വിലക്ക് വാങ്ങിയിട്ട് നവീകരിച്ച് അവിടെ മനോഹരമായി ഈ അമ്മയുടെ രൂപം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ പുനഃസ്ഥാപിക്കപ്പെട്ട രൂപം ലിയോ 13 പാപ്പ ആശീർവദിച്ച് വീണ്ടും അതിന് പുനർജീവൻ ലഭിക്കുകയാണ്. പിന്നീട് അത് ഇങ്ങനെ വളരെ അത്യത്ഭുതകരമായ രീതിയിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. 2015 അത് മൈനർ ബസലിക്കയായിട്ട് രൂപപ്പെടുന്നുണ്ട്. ആ ഭവനത്തോട് ചേർന്ന് സുന്ദരമായ ഒരു അമ്മയുടെ രൂപവും അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാജകീയ പ്രൗഢിയോടെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജ്ഞി, അതായിരുന്നു അവളുടെ ഭാവം. അവളുടെ കയ്യിൽ ഉണ്ണീശോ ഉണ്ടായിരുന്നു. ഉണ്ണീശോയുടെ കയ്യിൽ വചനം ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ഒരു ലില്ലിപ്പൂ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ വിധവയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. നീ എൻ്റെ വീട് കാണണം. ഈ വീട്ടിൽ വെച്ചാണ് കർത്താവിൻ്റെ മാലാഖ എന്നോട് സംസാരിച്ചത്. ഇവിടെ വെച്ചാണ് വചനം എൻ്റെ ഉദരത്തിൽ മാംസമായി ഭവിച്ചത്. ഇതിൻ്റെ രൂപത്തിൽ ഇവിടെ ഒരു വീട് പണിയണം എന്ന് പറയുമ്പോൾ അമ്മ ഇതിലൂടെ നമ്മോടും ലോകം മുഴുവനോടും ആഹ്വാനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനത്തിന് പിറന്നു വീഴാനുള്ള ഒരിടം നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തണമെന്നാണ് പറയുന്നത്.